രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള MP ശ്രീ വി ശിവദാസൻ ശൂന്യവേളയിൽ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തെപ്പറ്റി അദ്ദേഹം നടത്തിയ അവതരണം ഏറെ ഉത്കണ്ഠ ജനിപ്പിക്കുന്നതായിരുന്നു. ഇന്ത്യയിലെ യുവജനങ്ങളെ വലിയ തരത്തിൽ കീഴടക്കും വിധമാണ് പലതരത്തിൽ രാജ്യത്തേക്ക് മയക്കുമരുന്നുകൾ വരുന്നത് എന്നും അത് പ്രധാനമായി രാജ്യത്ത് പ്രധാനപ്പെട്ട പോർട്ടുകൾ വഴിയാണ് വരുന്നതെന്നും അദ്ദേഹം ശൂന്യവേളയിൽ പറയുന്നു. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അയൽപക്കക്കാരായ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഗോൾഡൻ ക്രസന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഭൂഖണ്ഡത്തിലേക്ക് ആവശ്യമായ മയക്കുമരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളെ ഗോൾഡൻ ക്രസന്റ് എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യവുമായി വളരെ അകലെയല്ലാത്ത 3 ഗോൾഡൻ ട്രയാങ്കിൾ രാജ്യങ്ങളുമുണ്ട്. അത് മ്യാൻമാറും ലാവോസും തായ്ലൻഡുമാണ്. ഇവിടെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ ഗോൾഡൻ ക്രസന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന മയക്കുമരുന്നുകൾ ഈ പറയുന്ന 3 രാജ്യങ്ങളിലൂടെയാണ് ഇന്ത്യ ഉൾപ്പെടുന്ന മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ റൂട്ട് പലപ്പോഴും എത്തിച്ചേരുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഷിപ്പ്യാർഡുകളിലാണ് എന്നത് നമ്മുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. 2021 3000 കിലോയോളം ഹീറോയിൻ മാർക്കറ്റിൽ ഏകദേശം 6000 കോടിയോളം വില വരുന്ന 3000 കിലോ ഹീറോയിൻ പിടിച്ചെടുത്തത് മുണ്ട്ര പോർട്ടിൽ നിന്നാണ്. മുണ്ട്ര പോർട്ട് നിയന്ത്രിക്കുന്നത് അദാനി ഗ്രൂപ്പാണെന്ന് നമുക്കറിയാമല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ഇത്തരം വ്യവഹാരങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നവി ബോംബെയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. മറ്റൊന്ന് റിലയൻസ് നിയന്ത്രിക്കുന്ന സൗരാഷ്ട്രയിലെ, ഗുജറാത്തിലെ തന്നെ സൗരാഷ്ട്രയിലെ പപ്പവ എന്ന് പറയുന്ന പോർട്ടും. ഇതിനോടൊപ്പമാണ് ബംഗാൾ ഉൾക്കടലിൽ ഉള്ള പ്രധാനപ്പെട്ട തൂത്തുക്കുടി പോലെയുള്ള പോർട്ടുകൾ. ഇങ്ങനെയുള്ള പോർട്ടുകളിലൂടെ നിലവിലുള്ള കസ്റ്റംസ് സംവിധാനത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിൽ മയക്കുമരുന്നുകൾ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് 2024 വന്നത് അറബിക്കടലിൽ ഓഫ് ഷോറിൽ നിന്ന്, ഉൾക്കടലിൽ നിന്ന് ഏതാണ്ട് 3300 കിലോയോളം വരുന്ന ഹാഷിഷും മെഥാംഫെറ്റമിനും പിടിച്ചെടുത്തു എന്നത് ശരാശരി ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ യുവതലമുറയെ വല്ലാതെ സ്വാധീനിക്കും വിധം മയക്കുമരുന്നുകൾ എത്തിച്ചു കൊടുക്കാനുള്ള വലിയ ശൃംഖല പ്രവർത്തിക്കുന്നു. ആ ശൃംഖല ഒരുപക്ഷെ അതിൻ്റെ ലാഭത്തേക്കാൾ ഇന്ത്യയുടെ പുതിയ തലമുറയെ തകർക്കാനുള്ള ഒരു സാമ്രാജ്യത്വ അല്ലെങ്കിൽ സാർവദേശീയ ഗൂഢാലോചനയുടെ ഭാഗമായി അതിനെ കാണേണ്ടി വരും. ഇതിന് വേണ്ട വിധത്തിൽ തടയിടുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ സജീവമല്ല, പാളിപ്പോകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ശ്രീ ശിവദാസൻ എന്ന SFIയുടെ നേതാവായിരുന്ന രാജ്യസഭയിൽ അംഗമായ അദ്ദേഹത്തിൻ്റെ വളരെ ഉത്തരവാദിത്തത്തോടെയുള്ള പ്രസംഗം. ഇത്തരം ഗൗരവതരമായ വിഷയങ്ങൾ രാജ്യസഭയിലും പാർലമെന്റിലും അവതരിപ്പിക്കുമ്പോൾ ഈ വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ക്യാബിനറ്റിനെ നിർബന്ധിക്കുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ മടിച്ചു നിൽക്കുന്നത് ഈ വിഷയത്തോട് മാധ്യമങ്ങൾ കാണിക്കുന്ന അലസ മനോഭാവത്തിന്റെ മറ്റൊരു തെളിവായി നമ്മൾ തിരിച്ചറിയണം.